Good morning, all of you. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോട്ടിൽ എന്താ എഴുതണ്ടേ നമുക്ക് എഴുതാലോ. All of you listen here. പിന്നെ എഴുതാത്ത കുട്ടികൾ അത്ര മിസ് പറഞ്ഞത് വരെ എഴുതിയുള്ളൂങ്കിൽ അടുത്ത പേജിൽ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? ആരും സ്ക്രീനിൽ വരയ്ക്കരുത്. അപ്പോ എന്താ എഴുതേണ്ടത്? ചെമ്പരത്തി അല്ലേ? എങ്ങനെയാ എഴുതുക ചെമ്പരത്തി? ശരിയായിട്ടില്ല അല്ലേ? ഓക്കെ, മിസ് വൃത്തിയായി തരാം. ചെമ്പരത്തിന്ന് എഴുതുക. അടുത്ത പേജ് എടുത്തിട്ട് എഴുതാത്ത കുട്ടികള് നല്ല സൈഡിലെ മാർജിന്റെ അടുത്ത് വെച്ചിട്ട് എ ചിഹ്നം എഴുതുക. എന്നിട്ട് ച എഴുതുക. ചാച്ച ചാച്ച ഞാനില് ച. എന്നിട്ട് ഇമ്പ, ചെമ്പ, ര, ഇത്ത കൂട്ടക്ഷരായ ത എഴുതണം. മൗസ് കൊണ്ട് എഴുതുന്നോണ്ട് ക്ലിയർ ഉണ്ടാവൂലേ. അപ്പൊ ചെമ്പരത്തി അല്ലേ? ചെമ്പരത്തി എഴുതുക. എന്നിട്ട് നിങ്ങൾ വരച്ചു തരാൻ പറയണം അമ്മയോട്. ചെമ്പരത്തി രണ്ടെണ്ണേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ ഒരു പേജിൽ. അപ്പൊ കുറച്ച് വിട്ടിട്ട് എന്ത് എഴുതുക? കോളാമ്പി. കോ കോളാമ്പി. എക്സാമിന് വന്നെയാണല്ലേ ഇത്. എല്ലാ മക്കളും എഴുതിയിട്ടുണ്ട്, എന്നാലും എഴുതുക. അപ്പൊ കോളാമ്പി. എന്നിട്ട് നടുക്കേ കൂടെ അമ്മയോട് ഇങ്ങനെ നല്ല സ്കൈയിൽ വെച്ച് ഇങ്ങനെ നല്ല വൃത്തി വരച്ചു തരാൻ പറയണം. മിസ് വരച്ച ക്ലിയർ അല്ല, സ്കൈയിൽ വെച്ച് വരച്ചു തരാൻ പറയുക. ഓക്കെ. അപ്പൊ ഇന്ന് ഈ പേജ് ഒരു പേജ് ഫുള്ള് ചെമ്പരത്തിയും കോളാമ്പിയും. ഒന്നും കൂടി എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക? ആമ്പൽ അല്ലേ? അല്ലെങ്കിൽ അടുത്ത പേജിൽ എഴുതുക എന്ത്? ആമ്പൽ. മൂന്നെണ്ണം എഴുതാൻ സ്ഥലം ഉള്ളവര് ഒരു പേജിൽ തന്നെ എഴുതിക്കോ. ആ ബ ഇൽ ആമ്പൽ. ചില്ലക്ഷരം. ആമ്പൽ ആമ്പൽ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് പേജിലായിരുന്നെങ്കിൽ ഒന്നും കൂടി എഴുതാൻ സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് എഴുതണം? നീലക്കുറിഞ്ഞി അല്ലേ? നീലക്കുറിഞ്ഞി. നീ ചുരുക്കു വള്ളിയാണ്. നീ ല ഇക്ക ചിഹ്നം റ വള്ളിയിടുക. ഇഞ്ഞ നേരെ എഴുതിക്കോ. മിസ്സിന് അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ താഴെ എഴുതാണ്. ഇഞ്ഞ അല്ലെ? ഞായുടെ കൂട്ടക്ഷരം ഇഞ്ഞ. അപ്പൊ നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എഴുതുക. അപ്പൊ ഒരു പേജിൽ രണ്ടെണ്ണം എഴുതാൻ മാത്രമേ സ്ഥലമുള്ളൂ. എന്ത് ചെയ്യുക? രണ്ടെണ്ണം എഴുതുക. മൂന്നെണ്ണം എഴുതാൻ പറ്റുമെങ്കിൽ ആമ്പലിനും കൂടെ ഇവിടെ തന്നെ ആ പേജിൽ എഴുതുക. അപ്പൊ നീലക്കുറിഞ്ഞിയും അടുത്ത ലൈനിൽ എന്ത് എഴുതാം? നമ്മൾ അടുത്ത എഴുതാ എന്ത്? വൃക്ഷം. വൃക്ഷം എഴുതുക. അപ്പൊ അത് നിങ്ങൾ സ്ഥലത്തിനനുസരിച്ച് ചില കുട്ടികൾ എഴുതി വരുമ്പോ അങ്ങ് സൗകര്യം ഉണ്ടാവും, സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്ഥലത്തിനനുസരിച്ച് ഇത് ഇറ് എന്ന ചിഹ്നാണ്. ഒന്നുകൂടെ വൃത്തി എഴുതാനാവും നോക്കട്ടെ. വൃക്ഷം 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 അല്ലേ? വൃക്ഷം. നെക്സ്റ്റ് എന്താണ് എഴുതേണ്ടത് നമുക്ക്? പക്ഷി. അപ്പോ ഒരു പേജ് എഴുതണേ നിങ്ങൾ എഴുതുന്നത് രണ്ടെണ്ണാണ് ഒരു പേജിൽ വരക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ആ രണ്ടെണ്ണം ഒരു പേജ് കംപ്ലീറ്റ് എഴുതണം. അപ്പൊ പക്ഷി വള്ളി. ചിഹ്നങ്ങൾ ശരിക്കും ഓർമ്മിക്കണം മക്കള് മറന്നു പോകരുത്. ഈ എന്ന ചിഹ്നം വള്ളി ഇടുന്നത്. അതുപോലെ അക്ഷരദീപത്തിലും നിങ്ങൾ എന്താണ് എഴുതുന്നത് വെച്ചാൽ അതിന് തൊട്ട് അപ്പുറത്തെ പേജ് എഴുതണം കേട്ടോ മക്കളെ. അപ്പൊ വൃക്ഷം പക്ഷി. അപ്പൊ നാളെ നമുക്ക് ലീവാണല്ലോ. നാളെ ലീവാണ്. അതിന്റെ അടുത്ത ദിവസം അതായത് സൺഡേ നമുക്ക് ലീവാണ്. അപ്പൊ ആ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 2 പേജ് എഴുതണം. ഓക്കെ കേട്ടോ മക്കളെ? എഴുതാൻ മടിയുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ വിയാണ? ഗുഡ് ഗേൾ. ആർക്കും മടിയില്ല അല്ലേ? അദീനക്ക് മടിയുണ്ടോ? അദീന അമ്മ അവിടുന്ന് കൈവാക്കുന്നുണ്ടല്ലോ. ചേട്ടായി വെറുതെ കൈയാക്കുന്നല്ലേ? മോക്ക് എഴുതാൻ മടിയൊന്നുമില്ലല്ലോ? നോ. ഓക്കെ. നമുക്ക് ക്ലാസ് ഇല്ല നാളെ. നാളെ നമുക്ക് ദീപാവലിയുടെ ഹോളിഡേ അല്ലേ? ക്ലാസ് ഇല്ല. അല്ല, ചിൽഡ്രൻസ് ഡേയുടെ. ദീപാവലി അല്ല, ചിൽഡ്രൻസ് ഡേ. ശിശുദിനം. ശിശുദിനം അറിയാലോ? ആരുടെ ജന്മദിനമാണ് ശിശുദിനം? ചിൽഡ്രൻസ് ഡേ. അത് ആരുടെ ജന്മദിനമാണ്? കുട്ടികളുടെ. കുട്ടികളെ സ്നേഹിക്കുന്ന ആരോ ഒരാളുണ്ടല്ലോ. ആരാത്? ആരാ റിച്ചാർഡ്? ചാച്ചാജി. ഓക്കെ, ചാച്ചാജിയുടെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ വൈറ്റ് ഡ്രസ് എല്ലാം ഇട്ട് പോവാനിട്ട് ഇപ്പൊ ക്ലാസ് വരുന്ന സമയമാണെങ്കിൽ നിങ്ങള് അടിച്ചു പൊളിക്കായിരുന്നു അല്ലേ? റെഡ് റോസാപ്പൂവെല്ലാം നമ്മളിങ്ങനെ വൈറ്റ് ഡ്രസ്സിന് അല്ലേ റിച്ചാർഡേ കഴിഞ്ഞ വർഷം ഇവിടെ ഇങ്ങനെ കുത്തി. ഓക്കെ. അപ്പോ അതുകൊണ്ട് നാളെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം? മക്കൾക്ക് എഴുതാൻ ഇഷ്ടം പോലെ ടൈം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു പേജിൽ ചെമ്പരത്തി, കോളാമ്പി, നെക്സ്റ്റ് ആമ്പൽ, നീലക്കുറിഞ്ഞി. ഇനിയിപ്പൊ 3 എഴുതാൻ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി, കോളാമ്പി, ആമ്പൽ എഴുതുക. അടുത്തതിൽ നീലക്കുറിഞ്ഞി, വൃക്ഷം, പക്ഷി. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ഷമ, ഭക്ഷണം, അതൊക്കെ നമുക്ക് നോട്ടിലേക്ക് എഴുതണം. എഴുതി പഠിക്കണം മക്കള്. ഓക്കെ. അപ്പൊ ഇത് മതിയല്ലേ എഴുതാനല്ലെങ്കിൽ? ഒരുപാട് പേജ് ആവില്ലേ അല്ലേ? ഓക്കെ. അപ്പൊ വൃക്ഷം, പക്ഷി, ക്ഷമ, ഭക്ഷണം ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് സിംഹമുണ്ട്, ദാഹം, ദേഹം, മോഹം അല്ലേ? പിന്നെ അക്ഷരങ്ങള്, കൂട്ടക്ഷരങ്ങൾ എഴുതണം. അപ്പൊ അക്ഷരമാലയിലത്തെ അക്ഷരങ്ങൾ, അതായത് സ്വരാക്ഷരങ്ങള് നിങ്ങൾക്ക് അറിയാം അല്ലേ മക്കളെ? അതുകൊണ്ട് അത് എഴുതണമെന്നില്ല ഇതുപോലെ കുറെ പ്രാവശ്യം. അറിയാത്തത് എന്ത് ചെയ്യുക? ഓരോരോ പേജിൽ എഴുതണം, നമ്മളെ 2 ലൈൻ ബുക്കിൽ. അതുപോലെ അക്ഷരദീപും നിങ്ങൾ ഓരോരോ പേജ് എഴുതി ഫോട്ടോ ഇടുക. ഓക്കെ. അപ്പൊ ഇത് എഴുതാൻ പഠിച്ചു എല്ലാവരും? എന്ത് ചെയ്യണം? അത് നമ്മളെ 2 ലൈൻ കോപ്പി ബുക്കിൽ ഒരു പേജ് നിറയെ എഴുതണം. ഓക്കെ. ആരൊക്കെയോ സ്ക്രീനിൽ എഴുതുന്നുണ്ട് അല്ലേ? മിസ്സിന് പേര് ഇവിടെ വരുന്നുണ്ട്, വായിക്കാതിരിക്കുന്ന മിസ് അല്ലേ? അപ്പോ അതെല്ലാം മക്കളും ചെയ്യുക. അപ്പൊ നോട്ട് നിങ്ങൾ തുടർച്ചയായി എഴുതി പോണം കേട്ടോ. അപ്പൊ അതിന്റെ ബാലൻസ് ആയി എഴുതി നമുക്ക് നമ്മൾ എടുത്ത പാഠം വരെ ആവണം അല്ലേ? നമുക്കിപ്പോ എത്ര പാഠം 8 വരെ എത്തി. അപ്പൊ അവിടം വരെ ഉള്ളത് നമുക്ക് നോട്ടിലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എത്തി. ബിയോണൊക്കെ എവിടെ എത്തി നോക്കട്ടെ? ഒന്ന് നോട്ട് കാണിച്ചേ. എഴുതുന്നുണ്ടോ നോക്കട്ടെ നിങ്ങൾ എല്ലാവരും? എല്ലാ മക്കളും എഴുതുന്നുണ്ടോ? ഏതുവരെ? ഓക്കെ. ഇവിടെ നീലക്കുറിഞ്ഞി എഴുതി അല്ലേ? ഇതെന്ന് പക്ഷി. ഇനി ഇപ്പുറം എഴുതിയേ കാണിച്ചേ.
അങ്ങനെയല്ല ബിയോണ നോക്കട്ടെ. നീലക്കുറിഞ്ഞി അതൊരു വാക്ക്. പക്ഷിന്ന് മാത്രമേ വേണ്ടൂ കേട്ടോ. ആ ഇഞ്ഞ വേണ്ട അവിടെ. അത് തടഞ്ഞാണോ? ഇത് മായ്ച്ച ഇഞ്ഞി എന്നുള്ളത് ഇത് നീലക്കുറിഞ്ഞിയുടെ ഇഞ്ഞയാണ് കേട്ടോ. മിസ് അത് പറഞ്ഞാണ്. പക്ഷി കഴിഞ്ഞിട്ടൊരു ഇഞ്ഞി എഴുതല്ലേ, അത് മായ്ച്ചളെ. നോക്കട്ടെ എല്ലാരും ഒന്ന് നോട്ട്ബുക്ക് ഒന്ന് മിസ്സിനെ കാണിച്ചു തന്നെ. നോട്ട്ബുക്ക് എഴുതാത്ത കുട്ടികൾ എഴുതാതിരിക്കരുത്. ഒരു കാരണവശാൽ നിങ്ങൾ നോട്ട്ബുക്ക് എഴുതാതിരിക്കരുത്, എല്ലാം എഴുതണം. പാഠം 9 വളർത്തുമൃഗങ്ങൾ. ഓക്കെ, പിക്ചറിൽ കാണുന്നുണ്ടല്ലേ നമ്മൾ ഒരു മൃഗത്തിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടീനെ കാണുന്നുണ്ടല്ലേ, തടവി കൊടുക്കുന്നതാണ്. അപ്പോ പേജ് നമ്പർ 32 ആണ് പേജ് നമ്പർ. എന്താണ് അതിൽ പറയുന്നത്? വളർത്തുമൃഗങ്ങളെ പറ്റിയാ പറയുന്നത്. നമ്മൾ കുടുംബം പഠിച്ചു. അതിനു മുമ്പേ ഞാനും നീ എന്നുള്ള പാഠത്തിൽ എന്താ പഠിച്ചേ? സൗഹൃദത്തിന്റെ വില പഠിച്ചു. അത് കഴിഞ്ഞ് കുടുംബം എന്താണ്, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിച്ചു അല്ലെ. ഓക്കെ, ബന്ധങ്ങളെ പറ്റി മനസ്സിലാക്കി. അടുത്ത പാഠത്തിൽ നമുക്ക് എന്താണ് പറയുന്നത്? പാഠം 9 വളർത്തുമൃഗങ്ങൾ. അതിലെന്താ പറയുന്നത്? നമുക്ക് എന്താണ്, നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? വളർത്തുമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ വീട്ടില് വളർത്തുന്ന മൃഗങ്ങളാണ് അല്ലെ. എല്ലാരും വീട്ടിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? ആരൊക്കെ വീട്ടിലുണ്ടെന്ന് കൈപൊക്കിയ മിസ്സിനെ കാണിച്ചെന്നേ. പശുവോ ആടോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പട്ടിയോ എന്തായാലും മൃഗങ്ങളെ നിങ്ങൾ സ്നേഹിക്കാറുണ്ടോ? ഓക്കെ, ഒരുപാട് പേരുണ്ടല്ലേ. പൂച്ചേനെ സ്നേഹിച്ച് വളർത്തുന്നവരുണ്ടാവും അല്ലെ, കോഴീനെ വളർത്തുന്നവരുണ്ടാവും. അപ്പൊ എല്ലാരും വീട്ടിലും ഉണ്ട് അല്ലേ. അപ്പൊ എല്ലാ കുട്ടികൾക്കും മൃഗങ്ങളോട് സ്നേഹമുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കും, നമ്മൾ കുടുംബാംഗങ്ങളോട്, അതായത് നമ്മുടെ വീട്ടിലുള്ളവരോട് എങ്ങനെ നമ്മൾ വീട്ടിലവരെ എങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെ നമ്മൾ ചിലപ്പോ നമ്മുടെ വളർത്തുമൃഗങ്ങളെയും സ്നേഹിക്കാറുണ്ട് അല്ലേ. ഇതേപോലെ വീട്ടിൽ തന്നെ വളർത്തുന്ന, സ്നേഹിച്ച് വളർത്തുന്ന മൃഗങ്ങളുണ്ട് അല്ലേ നമുക്ക്. അപ്പോ നമുക്ക് എന്ത് ഉണ്ടാവും അവരോട്? നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളോട് തോന്നുന്ന അതേ ഹൃദയവായ്പും സ്നേഹവും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ആഹാരവും അഭയവും നൽകി സംരക്ഷിക്കും അല്ലെ. രോഗം വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ട്, അതിനൊരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ചികിത്സിക്കാറുണ്ടോ? നമ്മുടെ വീട്ടിലുള്ള ആർക്ക് രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കും. അതുപോലെ പശുവും അങ്ങ് ചത്തുപോയിക്കോട്ടെ എന്ന് വിചാരിക്കൂല അല്ലെ, നമ്മൾ ചികിത്സിക്കും. പിന്നെന്ത് ചെയ്യും? മറ്റു ജീവജാലങ്ങളെ സ്നേഹിക്കാനുള്ള മാനസികതര നമ്മൾ പൂർത്തീകരിക്കാനുള്ള വളർത്തുമൃഗങ്ങളെ നമ്മളെ സ്നേഹിക്കും എല്ലാവരും അല്ലെ. അപ്പോ നമ്മുടെ വീട്ടിലെല്ലാവരോട് സ്നേഹം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണമെന്നില്ല. അധികം കുട്ടികളും മൃഗങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പോ ചിത്രത്തിൽ എന്താ ഉള്ളത്? ഒരു കുട്ടി എന്താ ആടാണെന്ന് തോന്നുന്നു അല്ലെ, തടവി കൊടുക്കുന്നതാണ് കാണുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇനി? കുഞ്ഞാട് അല്ലെ. ശ്രദ്ധിക്കേ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. എന്താ പറഞ്ഞത്? മേരി ആ കുട്ടീനെ, അല്ല ആടിനെ, കുഞ്ഞാടിനെ സ്നേഹിക്കുന്നല്ലേ അതിൽ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ എന്താ പാട്ട്? ശ്രദ്ധിക്കണേ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. എന്തൊക്കെയാണ്? ആട് എങ്ങനെയൊക്കെയുള്ളതാണെന്നാ പറഞ്ഞത്? കുഞ്ഞാട് മേരിക്ക്, മേരിയാണല്ലേ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി ആരാ? മേരി അല്ലെ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേരിക്കൊരു കുഞ്ഞാടുണ്ട് അല്ലെ. എങ്ങനെയാ? മേനി, മേനി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം അല്ലെ. ശരീരം എങ്ങനെയുള്ളതാ? മേനി കൊഴുത്തൊരു, തടിച്ച് കൊഴുത്തിട്ടാണുള്ളത് അല്ലെ, സുന്ദരിയായിട്ടുള്ളത്. അപ്പൊ തടിച്ച് കൊഴുത്തൊരു കുഞ്ഞാടാണുള്ളത് അല്ലേ. ഇപ്പൊ നിങ്ങളെല്ലാരും നല്ലോണം ഭക്ഷണം കഴിച്ച് എങ്ങനെയാവണം? തടിച്ച് കൊഴുക്കണേ. അപ്പൊ എന്തുണ്ടാവും? സുന്ദരനാവും, സുന്ദരി അല്ലേ. അപ്പോ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്. മേനി എന്ന് പറഞ്ഞ ശരീരം, ശരീരം എങ്ങനെയാ? കൊഴുത്ത് തടിച്ചിട്ടാണല്ലേ.
പാൽനുര പോലെ വെളുത്താട് എങ്ങനെയാണുള്ളത്? പാലിന്റെ നുര. ഓക്കെ, പാലെങ്ങനെയാ? വെളുത്തിട്ടാണല്ലേ അഫ്രാസേ? അഫ്രാസ് ജ്യൂസ് കുടിക്കുന്നുണ്ട്, നമുക്ക് തരുന്നുണ്ടോ അഫ്രാസേ? ആ എങ്ങനെയാണ് കുഞ്ഞാട്? പാൽനുര പോലെ വെളുത്താട്. വെളുത്തിട്ടാണല്ലേ, നല്ല പാല് പോലെ വെളുത്തിട്ടാണ്. എന്താ ആൻഡ്രോസ് അവിടെ പണിയെടുക്കുന്നേ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. നിങ്ങൾ പഞ്ഞി കണ്ടിട്ടുണ്ടോ? പഞ്ഞി കണ്ടിട്ടുണ്ടോ? ആ പഞ്ഞി പോലെ നല്ല മിനുത്താടാണ് എന്ത്? ആട് അല്ലേ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? 4 വരിയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു കേൾക്കുക. മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. മനസ്സിലായോ? പാടാൻ കിട്ടിയോ ആയിഷേ? ആയിഷ അത് പഠിച്ചു അല്ലേ ആയിഷേ? ഓക്കെ. അപ്പൊ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. ഒന്നുകൂടി പാടാ. ദീക്ഷിത ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പോ മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. പാടിനെ പറ്റി പറഞ്ഞു. മേരിക്കൊരു കുഞ്ഞാടുണ്ട്. നിങ്ങൾ എല്ലാരും കൈപൊക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കും ഉണ്ട് ഓരോരു വളർത്തുമൃഗങ്ങൾ എന്നല്ലേ? അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക? അതിനെ സ്നേഹിച്ച് വളർത്തണേ. അതുപോലെ തന്നെ നിങ്ങൾ നല്ല പോലെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നല്ല സുന്ദരന്മാരാവണം. എങ്ങനെ ഉണ്ടാവണം? തടിച്ചു കൊഴുത്തുരുണ്ടിട്ടുണ്ടാവണം അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് പാട്ട്? ആരാ പഠിച്ചത് പാട്ട് പാടാൻ ഇപ്പോ? ഓക്കെ, ആയിഷ നേരത്തെ പാടുന്നുണ്ട്, നമുക്ക് പാടിപ്പിച്ചു നോക്കാം. ആയിഷ പാടിക്കോ. ആയിഷ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേരി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കൊഴുത്തൊരു കുഞ്ഞാട്, പഞ്ഞി കണക്കെ മിനുത്താട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആരാ പാടുന്നത്? ഇവിടെ റിച്ചാർഡ് കൈവക്കുന്നുണ്ട്, അദീന ഉണ്ട്, ബിയോണ ഉണ്ട്, ഷഹ്ബർ ഉണ്ട്. ഓ നല്ല മക്കളാണ്, എല്ലാരും പഠിച്ചു. ദീക്ഷിത് ഉണ്ട്. ഓക്കെ, ദീക്ഷിത് ഒന്ന് പാടിയേ ദീക്ഷിതേ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേരി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. ഓക്കെ. നെക്സ്റ്റ് അനാമിക ഒന്ന് പാടിയ. അനാമിക. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. ഓക്കെ. നെക്സ്റ്റ് ആൻഡ്രോസ് ഒന്ന് പാടിയ. ആൻഡ്രോസേ. പാൽനുര പോലെ വെളുത്താട്, മിനുത്താട്. ഓക്കെ. ദേവാനന്ദം പഠിച്ചോ? പഠിക്കണേ. നെക്സ്റ്റ് ആരാ പാടുന്നേ? കൈവെക്കുന്നവര് കുറേ ഉണ്ട്. ആദ്യത്തെ അനൂപ് കൈയൊന്നും പൊക്കാതിരിക്കുന്നുണ്ടല്ലോ, പാടിയേ നോക്കട്ടെ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. ഇപ്പൊ
എല്ലാരും പഠിച്ചോ പാടാൻ? നെക്സ്റ്റ് റിച്ചാർഡ്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനിക്കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്ക് മെനുത്താട്. ഓക്കെ. നെക്സ്റ്റ് മിഗ്ദാദ്. മിഗ്ദാദേ അൺമ്യൂട്ട് ചെയ്ത് പഠിക്കോ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, പാലിന പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. ഓക്കെ, പാടി പഠിക്കണേ. സാവിയോ? മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽ നുര പോലൊരു വെളുത്ത കുഞ്ഞാട്, വെളുത്താട്, പഞ്ഞി കണക്കെ മേത്താട്. ഓക്കെ. നെക്സ്റ്റ് ഷഹ്ബറ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കണക്കൊരു കുഞ്ഞാട്, പാൽമര പോലൊരു പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കൊരു വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. അയാൻ വിജേഷേ. മേരിക്കൊണ്ട് കുഞ്ഞാട്, മേനി വെളുത്ത കുഞ്ഞാട്, പാൽനുര പോലെ വെളുത്താട്, കുഞ്ഞാട്, പഞ്ഞി കണക്കെ കുഞ്ഞാട്, മിനുത്താട്. ദേവാങ്ക്. മേരിക്കൊണ്ട് ഒരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാൽനിര പോലെ വെളുത്താട്, പഞ്ഞി മിനുത്താട്. ഓക്കെ. അനുഗ്രഹ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേനി കുയുട്ടൊരു കുഞ്ഞാട്, പാൽനിര പോലെ വെളുത്താട്, പഞ്ഞിക്കണക്കു മിനുത്താട്. ഓക്കെ. അഫ്രാസ്. അഫ്രാസ്. പാൽനുര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. ഓക്കെ. നെക്സ്റ്റ് അമാൻ മാധവ്. കുഞ്ഞാട്, മേനി കൊഴുത്ത കുഞ്ഞാട്, പാൽനിര പോലെ വെളുത്താട്, പഞ്ഞി കണക്കെ മിനുത്താട്. നിവേദ്യ വിനോദ്.
ഒരു കുഞ്ഞാട് മീനി കൊടുത്തൊരു കുഞ്ഞാട് പാൽനുര പോലെ വെളുത്താട് പഞ്ഞി കണക്കെ മിനുത്താട്. ഓക്കെ നെക്സ്റ്റ് അദീന. മേരിക്കുണ്ട് കുഞ്ഞാട് മേനി കൊഴുത്തൊരു കുഞ്ഞാട് മേരി കൊടുത്തൊരു കുഞ്ഞാട് പാൽനുര പോലെ വെളുത്താട് പാൽനുര പോലെ വെളുത്താട് പഞ്ഞി കണക്കെ മിനുത്താട്. പഞ്ഞി കണക്കെ വെളുത്താട്. Next നീലാഞ്ജന. മേരി കൊണ്ടൊരു കുഞ്ഞാട് മേരി കൊടുത്തൊരു കുഞ്ഞാട് പാൽനുര പോലെ വെളുത്താട് വെളുത്താട് പഞ്ഞി കണക്കെ മിനു. മിനുത്താട്. ഓക്കെ നെക്സ്റ്റ് ദേവർഷ. മേരി കൊണ്ടൊരു കുഞ്ഞാട് മേരി കൊടുത്തൊരു കുഞ്ഞാട് പാൽനുര പോലെ വെളുത്താട് പഞ്ഞി കണക്കെ മിനുത്താട്. ഓക്കെ വായിക്കാൻ ഇനിയും കുട്ടികളുണ്ട് അത്രേ. നെക്സ്റ്റ് ദിവസം വായിപ്പിക്കാം മിസ്സേ. ഇപ്പൊ 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ ബൈ സി യു. എല്ലാ മക്കളും എന്ത് ചെയ്യണം നല്ലപോലെ വായിക്കണേ. കുറെ പേര് ഇനിയും വായിക്കാനുണ്ട് അത്രേ. ഓക്കെ ബൈ.